രാവിലെ തന്നെ എയർപോർട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് മുത്തുമണീസ്. പൊന്നൂസിനെ മോണ്ടനെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ട് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് ഒരാളെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എവിടെ നിന്ന് നമ്മുടെ പൊന്നൂസ് മോനൂട്ടനല്ലേ, സമ്മതിക്കുമോ? അപ്പോൾ ഇന്ന് എൻ്റെ അത്തച്ചി വരികയാണ് കേട്ടോ. അത്തായി വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ പൊന്നും മോനൂട്ടനെ സ്കൂളിൽ പോകുന്ന ആ ടൈമിൽ 9 മണി സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ നേരെ വീട്ടിൽ പോയി അമ്മായിയും വിളിച്ച് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അത് എയർപോർട്ടിൽ എത്തി. മോനുക്കുട്ടനാണെങ്കിൽ ഷൂ കെട്ടിക്കൊടുത്താൽ ഷൂവിൻ്റെ വള്ളി ലൂസായ പ്രശ്നം, അയ്യോ അത് ഇറുകിപ്പോയ പ്രശ്നം, ആകെ മൊത്തം മോനുക്കുട്ടനെല്ലാം പ്രശ്നമാണ്. അങ്ങനെ എയർപോർട്ടിൽ അത്തായി നോക്കി കണ്ണുനട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് അത്തച്ചി വന്നു. പൊന്നൂസിന് മോണ്ടനും എന്നെ അണ്ണനെ ഒന്നും വേണ്ട, അമ്മച്ചിത്തായ മതി. അമ്മച്ചിത്ത വന്നിട്ട് സിനിമ കാണാൻ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ടൂറ് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ മോനൂട്ട പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിക്കി തുറന്നപ്പോൾ അവൻ്റെ ബോൾ കിട്ടി. പിന്നെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. അതും എടുത്തുകൊണ്ട് വന്നതിന് അണ്ണൻ വഴക്കും പറയുമായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അത്തായും ഫ്ലൈറ്റിൽ നിന്നും പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ബിരിയാണി കഴിച്ചിട്ട് വരുന്നവർ നെസിമാൻ്റിയുടെ വീട്ടിൽ കയറി. കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ചാമ്പയ്ക്ക് കണ്ടതും പൊന്നൂസിന് മോണ്ടന് ചാമ്പയ്ക്ക വേണം. പിന്നെ അണ്ണനും അത്തായും കൂടി ചാമ്പയ്ക്ക് വെച്ച് കൊടുക്കലായിരുന്നു ജോലി. നെസിമാൻ്റിയുടെ വീട്ടിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ കൈ നിറച്ച് സാധനം തന്നു വിടും കേട്ടോ. നമ്മൾ പുതിയ വീട്ടിൽ തൈകൾ വെച്ചപ്പോൾ ചാമ്പത്തൈ ഇല്ലായിരുന്നു. അപ്പോൾ ചാമ്പത്തൈ എടുത്തു. പിന്നെ പുളിഞ്ചിക്ക, മാങ്ങ, പഴം, അങ്ങനെ ഒരു കാറ് നിറച്ച് സാധനം തന്നാണ് വീട്ടിലോട്ട് വിട്ടത്.